സോ ഹായ് ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡെയിലി ഫൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ദ ഓണം എക്സാം ഈസ് കമ്മിങ് അല്ലേ, നമ്മുടെ ഓണം എക്സാം വരുന്നുണ്ട്. സോ ഞങ്ങൾക്ക് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 18-ാം തീയതിയാണ്. നിങ്ങൾക്ക് എപ്പോഴാണ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് കമന്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്റ്റഡി പ്ലാൻ ആണ്. ഇപ്പോൾ SSLC കാരൻ, പുതിയൊരു SSLC കാരാണല്ലോ. അതായത് ഉദാഹരണത്തിന് കഴിഞ്ഞ കൊല്ലം ഞാൻ SSLC 2024-25 വർഷം ഞാൻ SSLC പാസ് ഔട്ട് ആണ്. സോ ആ ഒരു വർഷം ഞങ്ങൾക്ക് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്യാൻ കിട്ടിയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാൻ കിട്ടുന്നു. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു കാര്യം സാധ്യത കുറവാണ് അല്ലെ. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ലിമിറ്റഡ് ആണ് നിങ്ങൾക്ക്. അതായത് ഒരു ടോപ്പിക്കിൽ ഒരുപാട് ചോദ്യങ്ങൾ കിട്ടാൻ പ്രയാസമായിരിക്കും. ഒരു പക്ഷേ അപ്ലോഡ് ചെയ്ത് വന്നിട്ടുണ്ടാവും. സോ എന്ത് തന്നെയാണ് നിങ്ങൾ ഗവൺമെന്റ് നൽകിയുള്ള ഒരു പരീക്ഷ പേപ്പറിന്റെ ഒരു ഓണം എക്സാമിന്റെ ഒരു കോപ്പി പോലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പക്ഷെ നമ്മൾ നിങ്ങൾക്ക് തരുന്നു. സോ നമ്മുടെ ലേണിഫൈ അക്കാഡമി എന്ന് പറയുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് തരിക? സോ ഞാൻ എന്റെ സ്റ്റഡി പ്ലാൻ പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ഈ വീഡിയോയുടെ ലിങ്കും കാര്യമൊക്കെ ഷെയർ ചെയ്തൊക്കെ ഇനി അങ്ങോട്ട് നമ്മുടെ ചാനലിൽ ഡെയിലി 1-2-3 വീഡിയോ കാര്യം നമ്മൾ പബ്ലിഷ് ചെയ്യും. സോ ചിലത് ഫേസ് ഉള്ളതായിരിക്കാം, ചിലത് ഫേസ് ലെസ് ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും മാക്സിമം എല്ലാവരിലേക്കും നിങ്ങൾ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കട്ടോ. എനിക്കൊരു ശനി ഞായറാണ് കിട്ടുക, നമ്മൾ അന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തേക്കും. സോ നമുക്ക് നോക്കാം എന്താണ് നമ്മൾ ലേണിഫൈ നിങ്ങൾക്ക് തരുന്നത്. സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ലേണിഫൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയാം അല്ലെ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഫസ്റ്റ് എന്താ വേണ്ടത്, ഓണ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് 1 മാർക്ക് ചോദ്യങ്ങൾ, ഒരു മാർക്കിന്റെ സെറ്റ് ചോദ്യങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മൾ നിങ്ങൾക്ക് തരുന്നത് എന്താ അറിയാം, ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ട് ഓണം സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഇങ്ങനെ തരുന്നത് 1 മാർക്ക് ചോദ്യങ്ങൾ. എവിടെയാണ് 1 മാർക്ക് ചോദ്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തരും. യെസ്, ഞാൻ അത്ര എഴുതിയിരുന്നു. അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് തരും. 1 മാർക്കിന്റെ ചോദ്യോത്തരങ്ങൾ, 1 മാർക്കിന്റെ ചോദ്യങ്ങൾ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തരും. അപ്പൊ എങ്ങനെ സാധനം എടാ, നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും ഇനി അങ്ങോട്ട് ഓണപ്പരീക്ഷ കഴിയുന്നത് വരെ എല്ലാ ദിവസവും 7 മണിക്ക്, 7 മണി എന്ന് പറഞ്ഞ ഒരു സമയം, 7 മണി PM നമ്മുടെ ചാനലിന്റെ പോസ്റ്റ് ലിസ്റ്റിൽ എന്ത് വരും, ഓരോ ചോദ്യങ്ങൾ, ഓരോ ക്ലാസ്സുകൾ, ഉദാഹരണത്തിന് 8 ആയിക്കോട്ടെ, 9 ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, +1 ആയിക്കോട്ടെ, SSLC വരെ ആയിക്കോട്ടെ, നിങ്ങൾ SSLC ആയുള്ള നിങ്ങൾക്ക് 1 മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ ത്രൂ നമ്മൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മൾ 1 മാർക്ക് ചോദ്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ആ കാര്യം നിങ്ങൾക്ക് കിട്ടി. 1 മാർക്കിന്റെ ചോദ്യങ്ങൾ അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ തരും. അത് ഒന്നാമത് നമ്മുടെ ഈ ഒരു ചാനൽ തരുന്നത്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് എന്താ അറിയോ, സെക്കൻഡ് ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് പ്രഡിക്ഷൻ. അതായത് പറയാം, പ്രഡിക്ഷൻ. ഓക്കെ, പ്രഡിക്ഷൻ ആണ് നമ്മൾ നിങ്ങൾക്ക് പിന്നെ തരാൻ പോകുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു 10 വിഷയത്തിൽ നിന്ന് ഒരു വിഷയം കുറിച്ച് 9 വിഷയമുണ്ട് ഇല്ലേ, 9 വിഷയമുണ്ട്. ഉദാഹരണം 9 വിഷയം നിങ്ങൾക്ക് ഉണ്ട്. ആ 9 വിഷയം നിങ്ങൾ പഠിക്കണത്. അതിൽ 9 വിഷയം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളൊക്കെ എവിടുന്ന വരിക, ഏത് ഭാഗത്തുനിന്നാണ് വരിക. അതിൽ പ്രഡിക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഏറ്റവും മെയിൻലി നമ്മൾ നിങ്ങൾക്ക് തരുന്നത് പ്രഡിക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് AI ബേസ്ഡ് പ്രഡിക്ഷൻ കോഡ്, AI ബേസ്ഡ് പ്രഡിക്ഷൻ ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് തരിക, നിങ്ങൾക്ക് തരിക. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ മൊത്തം AI മോഡൽസ് അല്ലെ കളിക്കുന്നത്, ആ AI മോഡൽസ് പ്രഡിക്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളും പ്ലസ് നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും പ്ലസ് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ പ്ലസ് അതിന്റെ ചോദ്യ ആൻസറുകൾ ഒക്കെ നമ്മൾ റെക്കോർഡ് ആയിട്ട് നമ്മൾ SSLC-കാർക്ക് നമ്മൾ തരും, ഇവിടെ തരും. അതോടൊപ്പം +1 കാര്യം നമ്മൾ മറക്കില്ല, 9-നെയും മറക്കില്ല, 8-നെയും മറക്കില്ല. ഓക്കെ, പ്രഡിക്ഷൻ ചോദ്യങ്ങൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് തരും. ഓരോ ചാപ്റ്റർ വൈസും നമ്മൾ തരും, ചാപ്റ്റർ വൈസും നമ്മൾ നിങ്ങൾക്ക് തരും. അതേപോലെ സബ്ജക്റ്റ് വൈസും നമ്മൾ നിങ്ങൾക്ക് തരും. സബ്ജക്റ്റ് വൈസും എന്ത് തരും, പ്രഡിക്ഷന്റെ ചോദ്യോത്തരങ്ങൾ നമ്മൾ. അതായത് ഒരു പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ ചാപ്റ്റർ വൈസ് പ്രഡിക്ഷൻ നിങ്ങൾക്ക് തരും. അതേപോലെ പിന്നീട് വരുന്നത് സബ്ജക്ട് വൈസ് പ്രഡിക്ഷൻ ചോദ്യങ്ങൾ നമ്മൾ SSLC-ക്കാരായ നിങ്ങൾക്ക് തരും. വലിയ കുഴപ്പമില്ല അല്ലെ, വലിയ കുഴപ്പമില്ല. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ, ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്, പിന്നെ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ, അതേപോലെ പിന്നെ പറയാൻ മൂന്നാമതായിട്ട് നമ്മൾ ഓണം എക്സാമിന് SSLC-ക്കാർക്ക് തരുന്ന മറ്റൊരു കാര്യമാണ് എന്തെന്നറിയോ, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ, ചോദ്യം ആൻഡ് ഉത്തരം, ക്വസ്റ്റ്യൻ
ആൻസർ. അതായത് ഈ ചോദ്യോത്തരം എന്ന് പറയുമ്പോൾ വെറുതെ ചോദ്യോത്തരമല്ല. ഉദാഹരണത്തിന് ഞാനിപ്പോ നിങ്ങൾക്ക് മാത്സിൽ അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, സമാന്തര ശ്രേണി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു സമ്മ് കാണാനുള്ള ഒരു ഭാഗത്ത് നിന്നും ആ ഒരു ഭാഗത്തിലെ ടോപ്പിക് എന്താണ് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയും. ആ ഒരു ഭാഗത്തിലെ ടോപ്പിക് എന്താണ് അവിടെ പറഞ്ഞത് എന്ന് ഞാൻ പറയുകയും പ്ലസ് അവിടുന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ലിസ്റ്റ് ചെയ്യുകയും അതിന്റെ സൊല്യൂഷൻ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ വാട്സ്ആപ്പ്, നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ നീക്കി. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ചാപ്റ്റർ വൈസ് ചാപ്റ്ററിൽ ടോപ്പിക്കും നമ്മൾ പറയും, ആ ഒരു ടോപ്പിക്കും നമ്മൾ പറയും, പ്ലസ് Q&A, ക്വസ്റ്റ്യൻ ആൻസറും പറയും. ഒരു ചോദ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു, അല്ല കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതിന്റെ ആ ഒരു ചാപ്റ്ററിലെ ഒരു ടോപ്പിക് ഞാൻ എടുക്കുകയാണ്. അതിലിപ്പോ ഓർഗാനിക് കെമിസ്ട്രി ആ ഒരു ടോപ്പിക് ഞാൻ എടുക്കുകയാണ്. ആ ടോപ്പിക്കിന് വരാൻ സാധ്യതയുള്ള 1 മാർക്കിന്റെ ചോദ്യങ്ങൾ, 2 മാർക്കിന്റെ ചോദ്യങ്ങൾ, 3 മാർക്കിന്റെ ചോദ്യങ്ങൾ, കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ചാനൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനലിൽ മൊത്തം നമ്മുടെ വീഡിയോകളൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം മാക്സിമം എല്ലാവരും വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്നെ കൂടെ കഴിയുന്നതുപോലെ വൃത്തിയായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ഉറപ്പിച്ചു തരും. സോ എല്ലാവർക്കും പുതിയ SSLC ആണ്, പേടിക്കണമെന്നൊന്നും ഒരു വിഷയമില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് നല്ലോണം നോക്കുക. അതേപോലെ സോഷ്യൽ ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, എല്ലാ കാര്യങ്ങളായിക്കോട്ടെ, ഓരോ ചാപ്റ്റർ നിങ്ങൾക്ക് ഏതെല്ലാം ചാപ്റ്റർ പഠിക്കാൻ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വിഷയം ഞാൻ ഈ ഒരു പുതിയ വീഡിയോ കാര്യങ്ങൾ കഴിഞ്ഞിട്ടും. അതേപോലെ നമ്മൾ മറക്കേണ്ട 1 മാർക്കിന്റെ പ്രാക്ടീസ് ചോദ്യങ്ങളുണ്ട്. അതോടൊപ്പം മെയിൻലി നിങ്ങൾ ഓർക്കേണ്ടത് ഇതിന്റെ ഓരോ ചോദ്യങ്ങൾ, ഇതിന്റെ ഓരോ പ്രോബ്ലം സോൾവിംഗ് ഒക്കെ ഉണ്ടാവല്ലോ. അതായത് ഉദാഹരണത്തിന് ഇപ്പോ ഒരു സബ്ജക്റ്റിൽ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ആ ഒരു ചാപ്റ്ററിലെ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ ചെയ്യുന്ന ഈ റൈറ്റ് ചെയ്യുന്ന PDF നോട്ടില്ലേ, ഈ ഒരു PDF നോട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ കിട്ടും. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ SSLC ബാച്ചിൽ, SSLC YT ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ അനൗൺസ്മെന്റിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും വാട്സ്ആപ്പ് ചാനലിലും ഒക്കെ നിങ്ങൾ ജോയിൻ ചെയ്ത് പക്ക ക്ലിയർ ആകുക, നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കുക. വേറെ ഒന്നും നിങ്ങൾ തന്നെ, ഞാൻ നിങ്ങൾക്ക് 5000, 6000, 3000, 2000 ഒന്നും ചോദിക്കുന്ന കാര്യം സബ്സ്ക്രൈബ് ചെയ്യും, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ചെയ്യാം. ഈ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. സോ ചോദിച്ചോളൂ. 18-ാം തീയതിയാണ് നമ്മുടെ പരീക്ഷ വരാൻ സാധ്യതയുള്ളത്. ആൻഡ് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത ഉടനെ നമ്മൾ ചാനൽ ത്രൂ തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. SSLC-കാരാണെന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട. സോ നമ്മൾ അങ്ങോട്ട് ഇനി തുടങ്ങാൻ പോവാണ്. ഓരോ ദിവസവും നമ്മൾ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ ഓരോ സബ്ജക്റ്റിലെ വരാൻ സാധ്യതയുള്ള പിക്ക് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഓരോന്നും ചെയ്യും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ മാക്സിമം എല്ലാവർക്കും വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഒന്ന് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ കിട്ടുന്ന വീഡിയോക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക. സോ ബൈ. സോ അപ്പൊ എന്ത് ചെയ്യാൻ, നിങ്ങൾ എല്ലാവർക്കും ഞാൻ വീണ്ടും പറയാണ്, എല്ലാവരെയും നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങളുടെ കൂടെ ലേഡിഫൈ ഉണ്ട്. സോ ലേഡിഫൈ അക്കാഡമിയുടെ സൈനിങ് ഫോർ ബൈ. താങ്ക് യു.